ദുരന്തമുഖത്ത് ഈ രാഷ്ട്രീയം പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മറുപടികൾ ഈ രാഷ്ട്രീയ കളികൾ കാണുമ്പോൾ നമുക്ക് ചോദിക്കാതിരിക്കാൻ വയ്യ. ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ പോലും ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അല്പമെങ്കിലും ഒരു സഹായമെന്ന വ്യാജേന എന്തെങ്കിലും പൈസ നൽകിയിരുന്നെങ്കിൽ സത്യത്തിൽ അത് BJPക്ക് ഒരു എഡ്ജ് നൽകുന്ന സംഗതിയാകുമായിരുന്നില്ല വയനാട്ടിൽ. എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ചെയ്യാതെ? ഇല്ല, അവരെ സംബന്ധിച്ച് വളരെ പ്രകൃതിയാണ്. കാരണം വെച്ചാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു, അവരിപ്പോൾ പൈസ കൊടുത്തു എന്ന് വിചാരിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ജയിക്കാൻ പോയിട്ട് 1% വോട്ട് പോലും അവിടെ കൂടാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയമായിട്ടൊരു നേട്ടമില്ലാത്ത ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മളവിടെ വന്നു, ഭയങ്കര ദുഃഖാർത്ഥമായ മുഖത്തോടുകൂടെ നമ്മൾ കുറേ നേരം നിന്നു. ഇത്രയും വലിയ ദുരന്തമാണോ ഉണ്ടായത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മളിങ്ങനെ അത്ഭുതം കൂറുന്ന കണ്ണുകളോടുകൂടെ നോക്കുന്ന ദൃശ്യവും ചിത്രവും ബാക്കിയുള്ള ആളുകളെ എടുത്ത് സോഷ്യൽ മീഡിയയിലും മറ്റേ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ കൊടുത്തു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ചെയ്യാവുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞു. അത്രേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അത് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇപ്പോൾ പൈസ കൊടുത്തു എന്ന് വെച്ചുകൊണ്ട് വയനാട്ടിൽ എന്തായാലും വോട്ട് കൂടാൻ പോകുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പിലല്ല, അടുത്ത തെരഞ്ഞെടുപ്പിലല്ല, അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ വയനാട്ടിൽ BJP ജയിക്കാനുള്ള സാധ്യതയേയില്ല. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊരു സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ഇത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കില്ല. അതുകൊണ്ടാണ് അവർ ചെയ്യാതിരിക്കുന്നത്, ഒരു സംശയമോ കാര്യത്തില്ല. അതിനപ്പുറത്ത് ഇത് മനുഷ്യരുടെ പ്രശ്നമാണ്. അവിടെ കുറേ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അവരെ ഒരു അതിജീവനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളാണ്. ഈ തോന്നലൊന്നും അല്ല അവരെ ഭരിക്കുന്നത്. അവിടെയാണ് എൻ്റെ ബേസിക്കായിട്ടുള്ള പ്രശ്നം. അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയോടുള്ള വിദ്വേഷത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഉണ്ടാവും, ഡെഫിനറ്റ്ലി അതും ഉണ്ടാവാം. ഞാൻ വിചാരിക്കുന്ന അതിനേക്കാൾ അപ്പുറത്ത് അവരുടെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയില്ലാത്തൊരു പ്രദേശം, അവിടെ നമ്മൾ വെറുതെ പൈസ ചിലവാക്കിയിട്ട് എന്ത് കാര്യം എന്നുള്ള തോന്നൽ മാത്രമേ പ്രധാനമായിട്ടുണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും എന്ന് വെച്ചാൽ അവർ മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ പൈസ കൊടുത്താലും ഇല്ലെങ്കിലും അവർ തന്നെ ആയിരിക്കും ജയിച്ചു വരിക. അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കില്ല പ്രശ്നം. നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും. ഇപ്പോൾ നമ്മളൊന്ന് ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭാരതരി ഏറ്റവും കൂടുതൽ ഇറക്കിയത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന പ്രദേശത്തായിരുന്നു. ബാക്കി എവിടെയും ഭാരതരി വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്, എന്താണ് ചെയ്യുന്നത്, എന്തുദ്ദേശത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമാണ്. അതിൻ്റെ ഒരു അതുകൊണ്ട് മാത്രമാണ് ഇവിടെ പൈസ ഇറക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് സർക്കാരിൻ്റെ പണം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാനില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പോലും സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും എടുക്കാമായിരുന്നു. ഇതിപ്പോൾ അടുത്ത വെള്ളിയാഴ്ചയാണ് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ ഇത് വരാൻ പോകുന്നത്. വേറൊരു കാര്യം കൂടി, ഇപ്പോൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സാങ്കേതികമായിട്ട് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ടെർമിനോളജി അനുസരിച്ച് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ദുരന്തം, അത് കഴിഞ്ഞാൽ ജില്ലാ ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ദുരന്തം, അതിൻ്റെ തൊട്ട് മുകളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ദുരന്തം, അതിൻ്റെ മുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ഇടപെടലോടുകൂടെ പരിഹരിക്കാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ഇതിനെ നിർവഹിച്ചിരിക്കുന്നത്. UPA സർക്കാരിൻ്റെ കാലത്താണ് അങ്ങനെ നിർവചനം മാറ്റിയത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രതിസന്ധിയായിട്ട് ഇതിനെ കാണണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യം. അല്ലാതെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചോളണം എന്ന നിർബന്ധ ബുദ്ധിയൊന്നും കേരളത്തിനില്ല. അതെ, L3 കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൂടി ആവശ്യം വേണം ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ, ഇതിൻ്റെ എന്താ പറയുക പുനരധിവാസം ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കാൻ. ആ ഗണത്തിൽപ്പെടുത്തണം എന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. അതിലിപ്പോൾ തീരുമാനമെടുക്കാനായിട്ട് ഇത്രമാത്രം വലിയ എന്താ പറയുക ആലോചനകളൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് സന്ദർശനം വന്ന നാടകം പൂർത്തിയാക്കി, കേന്ദ്ര സംഘം വന്നു, അവരുടെ റിപ്പോർട്ട് പോയി, കേരള സർക്കാർ മെമ്മോറാണ്ടം സമർപ്പിച്ചു, ഇതൊക്കെ കഴിഞ്ഞു. എന്നിട്ടും തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മലയാളം.